ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ കാത്തിരിപ്പിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു തന്ന ഈ പുണ്യമാസം നമ്മിൽ നിന്ന് വിടവാങ്ങുകയാണ്. ധാരാളം ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങൾ ഈ ഒരു മാസം റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നാം ഏവരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ഈ ഒരു മാസം അവസാനിക്കുന്നതോടുകൂടി ഈ സൽക്കർമ്മങ്ങൾ നമ്മിൽ നിന്ന് വിടവാങ്ങുന്നുണ്ടോ എന്ന് ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ചിന്തിക്കേണ്ടതാണ്. മഹാനായ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, ലാ യകൂനു ലിഅമലിൽ മുഅ്മിനി അജ്ലുൻ ദൂനൽ മൗത്ത്. ഒരു മുഅ്മിനിന്റെ സൽക്കർമ്മങ്ങൾക്ക് മരണമല്ലാതെ ഒരു അവധിയില്ല. എത്ര ചെറുതാണെങ്കിലും ജീവിതമുടനീളം ആ സൽക്കർമ്മം കൊണ്ടു നടക്കുന്നതാണ് ഒരു പ്രത്യേക നിമിഷം ധാരാളമായി കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ അദ്വമുഹ, അത് നൈരന്തര്യമുള്ള കർമ്മങ്ങളാണ്. വൈൻ ഖല്ല, എത്ര കുറവാണെങ്കിലും ശരി. ജീവിതത്തിന്റെ ഒരു പ്രത്യേക നിമിഷം മാത്രം ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നതിലുപരി ജീവിതമുടനീളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നാം ഏവരും ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. അതിനാൽ തന്നെ ഈ ഒരു മാസം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ സൽക്കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് നാം ഏവരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി ജീവിതമുടനീളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുവാൻ നാം ഏവരും പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.